ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിക്കെതിരെ പ്രചാരണം നടത്താൻ കോൺഗ്രസ് നേതാവ് രാഹുൽ 26 കോടി രൂപ ചെലവിട്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആൻഡമാൻ നിക്കോബാറിലെ രാഹുൽ ഗാന്ധിയുടെ സ്കൂബ ഡൈവിംഗിന് പിന്നിൽ വൻ ലോബി എന്ന ആക്ഷേപം. ദേശീയ താൽപര്യമുള്ള പദ്ധതികളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇരയാക്കരുത് എന്ന കേന്ദ്രമന്ത്രിയുടെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, അതായത് വളരെ വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് കേന്ദ്രമന്ത്രി നൽകുന്നത്. അതായത് കേന്ദ്ര പദ്ധതികളെ അല്ലെങ്കിൽ കേന്ദ്ര താൽപര്യങ്ങളെ ഇത്തരത്തിൽ വ്യക്തിയധിഷ്ഠിതമായി അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി രാഹുൽ ഉപയോഗിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റിൽ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഒരു ആരോപണം ഉന്നയിച്ചത്. ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റിന് വേണ്ടി ഏതാണ്ട് 1.5 കോടി മരങ്ങൾ വെട്ടി മാറ്റുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ച ആരോപണം. മാത്രമല്ല, ഈ പ്രൊജക്റ്റ് വ്യവസായികൾക്കും ഹോട്ടൽ ലോബികൾക്കും വേണ്ടിയാണ് എന്നുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. ഇതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സിമ്പോസിയത്തിൽ സംസാരിക്കവെയാണ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ കേന്ദ്രമന്ത്രി ഉയർത്തിയത്. അതായത് സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ പേരിൽ അവിടെ രാഹുൽ എത്തിയപ്പോൾ ഏതാണ്ട് 26 കോടി രൂപ ഇതിനായി ചെലവിട്ടു എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം. ഈ രാഹുൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അത് കൃത്യമായി ഒരു പ്രത്യേക ലോബിക്ക് വേണ്ടിയാണ് എന്നുള്ളതും ഈ കിരൺ റിജിജു ചൂണ്ടിക്കാണിക്കുന്നു. ഒരു തരത്തിലും നിക്കോബാർ പ്രൊജക്റ്റ് പരിസ്ഥിതിയെ ബാധിക്കത്തില്ല. ഭാരതത്തിലെ നിയമങ്ങൾ, വനം പരിസ്ഥിതി നിയമങ്ങൾ എന്നുള്ളത് അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നിയമലംഘനങ്ങളും നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ ആൻഡമാൻ നിക്കോബാറിൻ്റെ പരിസ്ഥിതി മേഖലകളെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടും അവിടുത്തെ ഗോത്രവർഗ വിഭാഗങ്ങളെ പൂർണ്ണമായും കണക്കിലെടുത്തുകൊണ്ടും അവരെ മുഖവിലക്കെടുത്തുകൊണ്ടുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് കിരൺ റിജിജു ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ രാജ്യത്ത് ആകമാനം വലിയ നേട്ടമുണ്ടാകും. അതിനുപരി ആൻഡമാൻ നിക്കോബാറിനും അവിടുത്തെ ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കുന്ന പദ്ധതിയാണ്. ഇത്തരത്തിലുള്ള രാജ്യത്തിന് നേട്ടമുണ്ടാക്കുന്ന പദ്ധതികൾക്കെതിരെ രംഗത്തെത്തുന്നത് കോൺഗ്രസിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് കിരൺ റിജിജു ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൽക്കരി, അതേപോലെ തന്നെ ഹൈവേ തുടങ്ങിയ പദ്ധതികൾ വരുമ്പോൾ അതിനെതിരെ നിയമ പോരാട്ടം നടത്തുവാനും അതിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടുവാനും പലപ്പോഴും കോൺഗ്രസ് ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം. അതായത് വികസന പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തടയിടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരമുണ്ടാകുന്നത് എന്നുള്ളതാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വാദിക്കുന്നത്. ഏതായാലും ഇത്തരം ഈ ഒരു നിക്കോബാർ പ്രൊജക്റ്റ് അത് എല്ലാ തരത്തിലും രാജ്യത്തിന് കൂടുതൽ മികവുണ്ടാകുന്ന രീതിയിലുള്ള പദ്ധതിയാകും. അതൊരു തരത്തിലും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകില്ല എന്നുള്ളതും അദ്ദേഹം അടിവരയിടുന്നു.